വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നാണ് വിധി വരിക. IC ബാലകൃഷ്ണൻ MLA, DC പ്രസിഡന്റ് ND അപ്പച്ചൻ എന്നിവരുടെ ഹർജിയിൽ കൽപ്പറ്റ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. വളരെ ഉത്കണ്ഠയോടെ കോൺഗ്രസ് പ്രവർത്തകർ നോക്കിക്കാണുന്ന ഒരു വിധിയായിരിക്കും ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടതുപക്ഷത്തിനും ഒരേപോലെ താല്പര്യമുള്ള വിധിയാണ് ഇന്ന് കോടതിയിൽ നിന്ന് വരിക. സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം തത്സമയം വയനാട്ടിൽ നിന്ന് ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ സുർജിത്ത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അതിനിർണായകമായ വിധിയാണെന്ന് സംഭവിക്കാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം SKN കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിരോധത്തിൽ ആയിരിക്കുകയാണ്. ഈ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിരോധം കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നു. അതിൽ നിർണായകമാണ് ഇന്നത്തെ വിധി എന്നുള്ളതാണ്. IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള KK ഗോപിനാഥൻ എന്നിവരുമായി ബന്ധപ്പെട്ട അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് കൽപ്പറ്റ സെഷൻസ് കോടതി ഇന്ന് വിധി പറയുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയും ബുധനാഴ്ചയും ഇതുമായി ബന്ധപ്പെട്ട വാദം പൂർത്തിയായതാണ്. ഇന്നേക്ക് വിധി പറയാൻ മാറ്റി വയ്ക്കുകയായിരുന്നു. ഇതിൽ പ്രഥമ ദൃഷ്ട്യാ ഈ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശങ്ങൾ നിൽക്കില്ല എന്നുള്ള വാദം തന്നെയാണ് ഈ പ്രതിഭാഗം ഉന്നയിച്ചത്. പക്ഷേ പ്രോസിക്യൂഷൻ ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ ഈ വകുപ്പുകൾ നിലനിൽക്കും. ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കമുള്ള വകുപ്പുകൾ നിലനിൽക്കും. ഡിജിറ്റൽ തെളിവുകൾ ഇവർക്കെതിരെ ഉണ്ട് എന്നുൾപ്പെടെയുള്ള വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിരോധിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ഇവർ ഉറ്റുനോക്കുന്നത്. ഇതിനിടെ IC ബാലകൃഷ്ണൻ MLA ഇന്നലെ നിയമസഭയിൽ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ വ്യാഴാഴ്ച ഈ മീനങ്ങാടിൽ പൊതുപരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. പക്ഷേ ND അപ്പച്ചനും KK ഗോപിനാഥനും ജില്ലയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഈ മുൻകൂർ ജാമ്യാപേക്ഷ കണക്കിലെടുത്ത് തന്നെ, അതായത് ഇതിന്റെ വിധിക്ക് ശേഷം മാത്രമേ ഇവർ ജില്ലയിലേക്ക് എത്തൂ എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ നാളെ ഞായറാഴ്ചയാണ്. പോലീസ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരുന്നു. എന്തായാലും ഇവിടുത്തെ കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായ സംഭവമാണ് DCC ട്രഷററുടെ ആത്മഹത്യയും അതേ തുടർന്നുണ്ടായ നിയമന കോഴ വിവാദവും. എന്തായാലും CPM ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോയ അത്തരത്തിലുള്ള സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഏവരും ഉറ്റുനോക്കുന്നത് ഈ വിധിയെയാണ്. എന്താകും കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ്. ഒരുപക്ഷെ വിധി പ്രതികൂലമായാൽ സ്വാഭാവികമായും അവർ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകും. അപ്പീൽ പോകേണ്ട സമയം ഒരുപക്ഷെ തിങ്കളാഴ്ചയാകും. ഞായറാഴ്ച എന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തിനിടയിൽ പോലീസ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഒരുപക്ഷെ ഇവർക്ക് അനുകൂലമായ വിധിയാണ് ഉണ്ടായതെങ്കിൽ സ്വാഭാവികമായും ഒരു പരസ്യ പ്രതികരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നേതാക്കൾ എത്തും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. SKN. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പ.